BaBu Monz TeChz സ്വാഗതം കേട്ടോ. നമ്മൾ പുതിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയധികം പ്രേക്ഷകർ നമ്മളെ ചാനൽ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ. അപ്പോൾ നമ്മളിത് തുടങ്ങുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വലിയ പാക്കറ്റങ്ങ് പൊളിക്കാം ഫ്ലിപ്കാർട്ടിൻ്റെ. ഓക്കെ, അപ്പോൾ കുറച്ചൊരു കട്ടിയുള്ള പാക്കറ്റാന്ന് തോന്നുന്നു, അങ്ങനെ തുറക്കാൻ പറ്റുന്നില്ല വേഗം. ഓക്കെ, നോക്കട്ടെ എന്താണ് അധികം കത്തിലേക്ക് എടുത്തിട്ട് തുറക്കേണ്ടി വരും തോന്നുന്നു. നമുക്ക് ട്രൈ ചെയ്ത് നോക്കട്ടെ. ആവുന്നില്ല, ഭയങ്കര ഉറപ്പാണ്. ഒരു കത്രിക എടുത്തിട്ട് കൊടുക്കാം, അതായിപ്പോൾ നടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കത്രികയിൽ എടുത്തിട്ട് വന്ന് ഇനി മെല്ലെ ഇപ്പം നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ കയറി എടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ മെയിൻ സംഭവങ്ങൾ പുറത്തെടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാ സംഭവം. ബോട്ടിൻ്റെ ഓക്സ് കേബിളാണ്. ഓക്കെ, ഇപ്പോൾ രണ്ട് സൈഡിലും 3.5mm മറ്റേ ജാക്ക് വരുന്ന സംഭവം, അല്ല ജാക്കല്ല, അതിൻ്റെ ആ സംഭവം എന്നാ പിന്നെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബോട്ടിൻ്റെ ഓക്സ് കേബിളാണ്. നല്ല കിടിലൻ കേബിളാണ്. എന്താണെന്ന് വെച്ചാൽ പ്രീമിയം അലോയ് കവർ വരുന്നുണ്ട് ഇതിൻ്റെ മേലെ, ആ നീല കളർ സംഭവം കണ്ടോ. പിന്നെ ഗോൾഡ് പ്ലേറ്റഡ് ടിപ്സാണ്. പിന്നെ 5 അടി നീളം വരുന്ന കേബിളാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുടുങ്ങി പോകില്ല, ടാങ്കിൾ ഫ്രീ കേബിളാണ്. പിന്നെ ബ്രെയ്ഡഡ് ആണ്, എന്നാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വേറെ തന്നെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ പ്ലാസ്റ്റിക്കാണോ മെറ്റലാണെന്ന് അറിയില്ല, നമ്മളൊന്ന് തുറന്നു നോക്കിയാൽ അത് മനസ്സിലാവും. പിന്നെ നമ്മളെ ഈ എന്താ പറയുക വയറിൻ്റെ ടിപ്പ് ഉണ്ടല്ലോ, വയറിൻ്റെയും കണക്റ്റിൻ്റെ ടിപ്പ്, അവിടെ ഒരു കറുപ്പ് സംഭവം കണ്ടോ, അതൊരു വേറെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം കൊടുത്തത്, അത് ഒരു കിടന്ന സംഭവമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും വായിക്കാനായിട്ടുണ്ടോ നോക്കാം, അത് നോക്കിയിട്ട് തുറക്കാം. ഓക്കെ, ഇപ്പോൾ ബാക്കിൽ എഴുതിയിട്ടുള്ളതാണ് സ്ട്രോങ് മെറ്റാലിക് കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഈ അൾട്രാമാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ് വരുമല്ലോ, വേറെ എന്തെങ്കിലും അടുത്തെന്തെങ്കിലും ഫോണോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു സിഗ്നലിൻ്റെ ഒരു പ്രശ്നം വരും, ആ പ്രശ്നം ഇതിൽ വരില്ല. പിന്നെ ഏത് 3.5mm ജാക്കിലുള്ള ഇതിലേക്ക് പറ്റുമെന്ന് വെച്ചാൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ടി വിയിലോ എന്തെല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ MRP വരുന്നത് 599 രൂപയാണ്. ഞാനിത് വാങ്ങിയത് 300-700 സംതിങ് ആണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, 350-200 എത്രയാണ്. ഓക്കെ, നമുക്കിതിന് പൊളിച്ചിട്ട് ഇതിൻ്റെ സംഭവം പുറത്തെടുക്കാം. പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേറെ കുറേ സംഭവമൊന്നുമില്ല, ഈ ഒരു വയറും ഉണ്ടാകും, ബാക്കി എന്താണെന്ന് നമുക്ക് തുറന്നു നോക്കില്ല മനസ്സിലാവും. അപ്പോൾ ഞാൻ നല്ല പൊളിക്കട്ടെ. ഓക്കെ, നല്ല കിടിലം പാക്കേജിങ് ആണ്. എന്താ ചെറിയ സംഭവമാണെങ്കിൽ നല്ല ബോട്ടിൻ്റെ നല്ല കിടിലം പാക്കേജിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പൊളിച്ചെടുത്തു. ഇപ്പോൾ നമ്മളെ വയർ ഞാൻ പറഞ്ഞ പോലെ തന്നെ വയറാണുള്ളത്. പിന്നെ ഒരു ചെറിയ എന്തോ കാർഡ് പോലത്തെ സംഭവമുണ്ട്. ഓക്കെ, അത് നമ്മളെ വാറണ്ടി കാർഡ് തന്നെ, ബോട്ടിൻ്റെ എല്ലാ സംഭവം ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്, ആ സംഭവം തന്നെയാണ്. 2 കൊല്ലത്തെ വാറണ്ടിയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സൈറ്റിൽ പോകാം. പക്ഷേ വാറണ്ടി ക്ലെയിം ചെയ്യേണ്ട അങ്ങനെയല്ല, വാറണ്ടി ഇത് എന്താ പറയുക രജിസ്റ്റർ ചെയ്യേണ്ട അങ്ങനെയല്ല, അതിൽ ഫോൺ വിളിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഈ നമ്പർ കണ്ടോ, മിസ് കോൾ ചെയ്യാൻ, ഇതേ നമ്പർ തന്നെയാണ് എല്ലാ ബോട്ടിൻ്റെ പ്രൊഡക്റ്റിനും കാണിക്കുന്നത്. പക്ഷേ ഞാൻ ഇതിലായിട്ട് ഒറ്റ പ്രാവശ്യം ചെയ്ത്, ബാക്കിയെല്ലാം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഒരേ നമ്പർ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വയർ. നല്ല കിടിലം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിംഗ് ആണ് എന്താണെന്നറിയില്ല, അലൂമിനിയം പ്ലാസ്റ്റിക് എന്തോ ഒരു ടൈപ്പ് ക്ലോട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല മെറ്റലിൻ്റെ ലുക്കാണ്, നല്ല സ്റ്റൈലിഷ് സംഭവമാണ്. ഈ പ്ലാസ്റ്റിക് സംഭവം കണ്ട ബ്ലാക്ക് കളർ, അതിനെ കൊണ്ട് ആ വയറും ഇതും അങ്ങ് വേഗം പൊട്ടിപ്പോവില്ല. ഓക്കെ, ബാക്കി ഇതിനെപ്പറ്റി പറയുന്നതൊക്കെ അറിഞ്ഞൂടെ, ഫുള്ള് നല്ല കിടിലം വയറാണ്, സ്റ്റൈലിഷ് ആണ്, നല്ല ഉപയോഗം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ വയർ ഞാൻ ഒന്ന് കഴിച്ചിട്ട് കാണിച്ചു തരാം എത്ര നീളമുണ്ടെന്ന്. 5 അടിയാണ് പറഞ്ഞത്, 5 അടീൻ്റെ മേലെ ഉണ്ടാവും തോന്നുന്നത്. നല്ല വയറായി, കഴിക്കട്ടെ. അപ്പം നമ്മുടെ വയർ നല്ല നീളമുണ്ട്. എന്ന് വെച്ചാൽ ഒരു 2 പ്രാവശ്യം നമ്മളെ ഒരു കൈയിൻ്റെ നീളം എടുത്താൽ അങ്ങനെ ഉണ്ടാവും, ആ ഒരു നീളമുണ്ട്. ഓക്കെ, 2 പ്രാവശ്യം നമ്മളെ കൈയിൻ്റെ നീളം എടുക്കണം. കൈ പിന്നെ നമ്മളെ ഷോൾഡർ തൊട്ടിട്ട് ഇത് എന്താ പറയുക ഫിസ്റ്റ് വരെ, അത് 2 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു നീളം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റീനെ പറ്റി പറയാൻ നല്ല കിടിലം ക്വാളിറ്റി ആയിരിക്കും. ഞാനിപ്പം യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ഇതിൻ്റെ മുമ്പ് എൻ്റെ അടുത്തുള്ള നിങ്ങൾക്കറിയാം ഇയർഫോൺസ് എല്ലാം ഞാൻ എൻ്റെ ബോട്ടിൻ്റെ ആണ് ഇപ്പോൾ ഒരു പച്ച ഇയർഫോൺസ് വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ എല്ലാം നല്ല കിടിലം സൗണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതെന്തും ഞാൻ റെക്കമെൻഡ് ചെയ്യാം. എന്താ വെച്ചാൽ കിടിലം സൗണ്ട് ആയിരിക്കും ഇതിന്. ഇത് പിന്നെ ബ്രെയ്ഡഡ് ആയതുകൊണ്ട്, ബ്രെയ്ഡഡ് വയർ ആയതുകൊണ്ട്, പിന്നെ ഗോൾഡ് പ്ലേറ്റഡ് ടിപ്സ് ആയതുകൊണ്ട് ഈ ഇൻ്റർഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലിയർ സൗണ്ട് വരും. ഓക്കെ, അതിനെക്കൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. BaBu Monz TeChz. ബൈ ബൈ ഫ്രം BaBu Monz TeChz.